ഇവർ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ തെരുവിലാണ് ഇവർ അന്തി ഉറങ്ങുന്നത്. ഇവർക്ക് വീട്ടില് ഇവർക്ക് പ്രവേശനം ഇല്ലാത്തത് കൊണ്ടും കള്ളക്കേസ് ഉള്ളത് കൊണ്ടും ഇവർക്ക് ബീച്ചിൽ പുലർച്ചെ വരെ ബീച്ചിലിരിക്കുകയും പിന്നെ അതിനുശേഷം പിന്നെ വീട്ടിൽ പോയി അല്ലെ സുഹൃത്തുക്കളെ വീട്ടിൽ പോയി വസ്ത്രം മാറി റെസ്റ്റ് എടുക്കേണ്ട ഒരവസ്ഥയാണ് ഇവർക്കുള്ളത്. ഒരു പിഞ്ചു കുഞ്ഞിനെയും കൊണ്ടാണ് ഇവര് ഇങ്ങനെ നടക്കേണ്ട അവസ്ഥ വരുന്നത്. അപ്പോൾ നമുക്ക് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വക്കീൽ ഇവിടെ ഉണ്ട്, നിയമപരമായിട്ടുള്ള സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഇപ്പൊ ഇവർക്കെതിരെ പിന്നെ പന്നിയങ്കര പോലീസ് നിരവധി തവണ ഇവരെ വിളിച്ചുകൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി മണിക്കൂറുകളോളം നിർത്തിയിട്ട് നിങ്ങളുടെ ബന്ധം ഒഴിഞ്ഞ് ഈ പെൺകുട്ടി കൊല്ലത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ ആവശ്യമായ തുക വീട്ടുകാരിൽ നിന്ന് വാങ്ങിത്തരാം എന്ന് വരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും അല്ലാതെയും ശ്രമിക്കുന്നു എന്നുള്ള ഒരു ആരോപണമുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ വിഷയം വെച്ചിട്ട് വിശദമായിട്ടുള്ള പരാതി നൽകിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇവരുടെ കയ്യിലുള്ള സ്വർണവും മറ്റു കാര്യങ്ങളും ഇവരുടെ അമ്മായിയമ്മയും നാത്തൂനും ബലമായി പിടിച്ചു വാങ്ങുകയും ഇനിയും സ്ത്രീധനം കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ മാത്രമേ നിനക്ക് എന്റെ മകന്റെ കൂടെ നിൽക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം പ്രയാസപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ സഹോദരിയാണ് കൂടെ ഉള്ളത്. തീർച്ചയായിട്ടും ഇതിൽ ഈ സഹോദരിയുടെ മിശ്രവിവാഹം ചെയ്ത ഇവരെ തീർച്ചയായിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം നമ്മുടെ സർക്കാർ ഏജൻസികൾക്കും നമ്മുടെ പൊതുസമൂഹത്തിനും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും അവർക്ക് എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും വീണ്ടും ചെയ്തു കൊടുക്കുകയും ചെയ്യും. അപ്പൊ ആ സഹോദരി കൂടെയുണ്ട്. സഹോദരി അനുഭവിച്ച ആ വിഷമം നമ്മൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ 2 മാതാവെന്ന് എഴുതിയിട്ട് ഞങ്ങൾ അങ്ങനെ ഒളിച്ചോടിപ്പോയി അങ്ങനെയൊന്നും അല്ല. ഹിന്ദു ആചാരപ്രകാരം കല്യാണം കഴിച്ച് ലീഗലി രജിസ്റ്റർ ചെയ്തവരാണ് ഞങ്ങൾ. കല്യാണം കഴിക്കുന്നതും ഈ കല്യാണം കഴിക്കാത്ത തീരുമാനങ്ങളൊക്കെ ഉമ്മയ്ക്കും ഹസ്ബൻഡിന്റെ അനിയത്തിക്കും അനിയനും അറിയാം. അപ്പൊ അവർ ആദ്യം അത്രേ പറഞ്ഞുള്ളൂ, പെങ്ങളുടെ കല്യാണം കഴിയുമ്പോൾ ഇത് വേറെ ആരുടെ പറയരുത്, കാരണം ഞാൻ കാസ്റ്റ് ഒന്നും ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട്. പെങ്ങളുടെ കല്യാണം ആയ സമയത്തിന് ഞങ്ങളൊന്നും അറിയാണ്ട് കിനാശ്ശേരിയിൽ വേറൊരു പെണ്ണിനെ പുള്ളിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ട് പുള്ളിയോട് പെണ്ണ് കാണലാണെന്ന് പറയാത്ത രീതിയിൽ സിസ്റ്ററിന്റെ കല്യാണത്തിന് ഗോൾഡ് എടുക്കാൻ അവളുടെ ഫ്രണ്ടിനെയും കൂടെ കൂട്ടാൻ പോവുകയാണ്. നമുക്ക് ജസ്റ്റ് ആ വീട്ടിലൊന്ന് കയറിയിട്ട് കാണാന്ന് പറഞ്ഞ് ആ പെണ്ണിനെയും കണ്ട്. അപ്പൊ ഇത് ഉമ്മയുടെ തന്നെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവന്റെ പെണ്ണ് കാണലാണ് കഴിഞ്ഞത്, അത് അവൻ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിലല്ല ആക്ച്വലി വന്നത്, ഞങ്ങൾ ഒരു ഫ്രണ്ടിന്റെ ഒരു വീട്ടിലാണ് വന്നത്. അവിടെ നിന്ന് ഈ ഹസ്ബൻഡിന്റെ അമ്മയുടെ സഹോദരന്റെ ഭാര്യമാരെ എന്നെ കൂട്ടി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി. ആ സമയത്ത് എന്റെ ഹസ്ബൻഡ് നിലവിൽ അവിടെ ഇല്ലായിരുന്നു. കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒരു 3 ദിവസം എന്നെ വീട്ടിൽ അടച്ചിട്ടിട്ട് എനിക്ക് ഫുഡ് തന്നിട്ടില്ല. എന്നെ ഫിസിക്കലി മെന്റലി ഒക്കെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനുശേഷം 3ാമത്തെ ദിവസമാണ് എന്റെ ഹസ്ബൻഡ് ഇത് അറിഞ്ഞിട്ട് വരുന്നത്. വന്ന സമയത്ത് പുള്ളിയോട് ചോദിച്ചു, നിനക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞ് എങ്കിൽ ശരി നിങ്ങൾ എവിടാന്ന് വെച്ചാൽ പോയി താമസിച്ചോളെ. അപ്പൊ അവിടെ ഒരു പ്രശ്നം, അവിടെ ഉമ്മയുടെ ഫുൾ സഹോദരങ്ങളും ആൾക്കാരും നമ്മളെ ഉപദ്രവിക്കാനായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഞങ്ങൾ ദുബായിക്ക് പോവുക ചെയ്ത. ഹസ്ബൻഡ് അവിടെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഒരു 1.5 വർഷത്തിനിടയിൽ ഉമ്മയും പെങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും. ആ സമയത്താണ് പെങ്ങളുടെ കല്യാണം കഴിയുന്നത്. പെങ്ങൾക്ക് കൊടുത്ത സ്ത്രീധനം കുറവാണ്, ഇനി ഒരു 10 പവനും കൂടെ കൊടുക്കണം, പിന്നെ ഒരു 9 ലക്ഷം രൂപയുടെ ഒരു ബാധ്യതയുണ്ട്. അതൊന്നെങ്കിലും ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊടുക്കണം. ഓൾറെഡി എന്റെ കയ്യിൽ നിന്ന് ഇവര് 10-20 പവനും 18 ലക്ഷം രൂപയോളം വാങ്ങിയിട്ടുണ്ട്. ഈ പൈസയുടെ കണക്കിൽ 14 ലക്ഷം രൂപ ഞാനൊരു MC കേസായിട്ട് ആറ്റിങ്ങൽ കോടതി ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പൈസ ഇവർക്ക് എങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഉമ്മയുടെ സഹോദരൻ കരീം എന്ന് പറയുന്ന ഒരാളുണ്ട്. പുള്ളിക്ക് ദുബായിൽ ഈ ബ്ലാക്ക് മണി എന്താണെന്ന് പറയാ എനിക്ക് അറിയത്തില്ല, പുള്ളി പറഞ്ഞു തരും, അതിന്റെ ഇടപാടാ. അപ്പൊ പുള്ളി നമുക്ക് പല പല അക്കൗണ്ടുകൾ തരും. നാട്ടിലുള്ള നമ്മൾ പൈസ പലരുടെ അക്കൗണ്ടിൽ ഇടുമ്പോൾ നമുക്ക് അവിടെ നിന്ന് അവരുടെ പൈസ തരും. ഇങ്ങനെയാണ് ഈ പൈസകളെല്ലാം മേടിച്ചിട്ടുള്ളത്. ഗോൾഡ് ഇതുപോലെ തന്നെ. എന്റെ ഗോൾഡും കുറച്ച് ക്യാഷും ഇവരുടെ പെങ്ങളുടെ കല്യാണം ആയ സമയത്തിന് ഇവരുടെ ഉമ്മയ്ക്ക് കൊണ്ടിട്ട് അക്കൗണ്ട് വഴി അല്ലാതെ കൊടുത്തിട്ടാണ് ഈ മുകളിലത്തെ നില 2ാമത്തെ നില എടുത്തതും പെണ്ണിന്റെ കല്യാണ ആവശ്യത്തിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുവരെ ഇവർക്കൊരു പ്രശ്നമില്ല, ഞാൻ നല്ലതായിരുന്നു, എന്റെ ക്യാഷ് വേണമായിരുന്നു. പക്ഷെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്തിന് പിന്നെ ഞാൻ പറ്റത്തില്ല, എന്നെ ഒഴിവാക്കണം. ഞങ്ങള് അതിനുശേഷം തിരിച്ചു വന്ന് ഞാൻ ആദ്യം പ്രഗ്നന്റ് ആയി, ആ കുട്ടി മരണപ്പെട്ടുപോയി. അതിനുശേഷം 2ാമത് പ്രഗ്നന്റ് ആയ കുട്ടിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ആ പ്രഗ്നൻസി ടൈമില് ഞാൻ ഇവരുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഉമ്മ പറയുന്നത് റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. അപ്പുറത്തെ വീട്ടിൽ പറയും ഇത് മോന്റെ ഫ്രണ്ടാണ്, റൂമിൽ നിന്ന് പുറത്തിറങ്ങരുത്, ആരെങ്കിലും വന്നാൽ കഥ തുറന്ന് ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ റൂമിൽ തന്നെ എന്നെ അടച്ചിട്ടേക്കും. ഒരു 7 മാസമൊക്കെ ആയപ്പോൾ ഇവരെന്നെ തീരെ നോക്കാതായപ്പോൾ എന്റെ ഡെലിവറിക്കായിട്ട് ഞാൻ എന്റെ നാട്ടിൽ പോയി. ആ സമയത്ത് ഹസ്ബൻഡിനെ എന്തോ അത്യാവശ്യ കാരണം പറഞ്ഞ് ഉമ്മ വിളിച്ചു വരുത്തി. പിന്നെ ഞാൻ പുള്ളിനെ കണ്ടില്ലായിരുന്നു. പിന്നെ പുള്ളിയായിട്ടൊരു കോണ്ടാക്ട് ചെയ്യാനൊന്നും എനിക്ക് പറ്റാണ്ടായപ്പോൾ ഞാൻ 2-3 ദിവസം കഴിഞ്ഞ് ഹസ്ബൻഡ് വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ ഇവർ രാത്രി തന്നെ എന്നെ ഗേറ്റിന് പുറത്താക്കി കടച്ച് എന്നെ റോട്ടിലിരുത്തി. അപ്പൊ അന്നത്തെ പന്നിയങ്കര സ്റ്റേഷനിലെ SI യും കൗൺസിലർ
അവിടുത്തെ പള്ളി കമ്മിറ്റിക്കാര് എല്ലാരും കൂടിയാണ് തിരിച്ച് എന്നെ ആ വീട്ടിൽ കയറ്റുന്നത്. അപ്പോഴേക്കും ഉമ്മ ഒളിവിൽ പോയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ ഉള്ളത് കൊണ്ട് അവരുടെ പേരിൽ കേസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും പോയിട്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആ വീട്ടിൽ. അപ്പൊ എനിക്ക് ഞാൻ 7 മാസം പ്രഗ്നന്റ് ആണ്. എനിക്ക് ഫുഡില്ല, എന്നെ നോക്കാനും ആരുമില്ല. എനിക്ക് അവിടുത്തെ നാട്ടുകാരും പള്ളി കമ്മിറ്റിക്കാരും ഒക്കെയാണ് ആ സമയത്ത് ഫുഡും കാര്യങ്ങളൊക്കെ തരുന്നത്. ഞാൻ എന്റെ ഡെലിവറിക്കായിട്ട് ആ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കാണ് പോകുന്നത്. ആ പോകുന്നതിന്റെ തലേദിവസമാണ് എന്റെ അമ്മായിയും അവിടെ തിരിച്ചു വരുന്നത്. എനിക്ക് സിസേറിയൻ ആയിരുന്നു. ഞാൻ സിസേറിയൻ കഴിഞ്ഞ് കുട്ടീനെയും കൊണ്ട് തിരിച്ച് അവിടെ വരുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ എവിടാ കിടക്കുക, നിങ്ങൾ എനിക്ക് ഇനിയെങ്കിലും ഒരു റൂമെങ്കിലും തരാൻ പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു അമ്മൂമ്മയുണ്ട്. ആ ഒരു അമ്മൂമ്മ കിടക്കുന്ന റൂം ഷെയർ ചെയ്ത് വേണമെങ്കിൽ അവിടെ കിടന്നോളാൻ പറഞ്ഞു. അപ്പൊ അമ്മൂമ്മ തീരെ സുഖമില്ലാത്ത ആളായതുകൊണ്ട് അമ്മൂമ്മ ഈ ബെഡിൽ തന്നെയാണ് ബാത്റൂമിൽ പോയി എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അത് കുട്ടിക്ക് കുറെ ബുദ്ധിമുട്ടുകളായപ്പോൾ ഞാൻ അവരോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു, നിങ്ങൾ എനിക്ക് വേറെ റൂം താ, എനിക്ക് തീരെയും പറ്റുന്നില്ല, ഞങ്ങളുടെ മുകളിലത്തെ റൂം ഞങ്ങൾക്ക് തിരിച്ചു താന്ന് പറയുമ്പോൾ ഇവർ തരത്തില്ല. ഇവരുടെ അടുത്ത് എന്ത് ചോദിച്ചാലും പറയും ഇപ്പൊ തരത്തില്ല, പിന്നെ തരാന്നാ പറയുന്നത്. ആ സമയത്ത് ഹസ്ബൻഡിനെ കോൺടാക്ട് ചെയ്യാൻ ഉമ്മയുടെ അടുത്ത് ചോദിക്കുമ്പോൾ എന്നോട് ഉമ്മ പറയുന്നത് ഹസ്ബൻഡിന് കുട്ടീനെ വേണ്ടാന്ന് പറഞ്ഞു, നിന്നെ വേണ്ടാന്ന് പറഞ്ഞു. ഹസ്ബൻഡിനോട് പറയുന്നത് നീ വേറൊരു കല്യാണം കഴിക്കുക, നമ്മളെ മുഖത്തുനിന്ന് വേറെ കല്യാണം കഴിച്ചിട്ട് ആ പെൺകുട്ടിയുടെ സ്വർണവും പൈസ എടുത്ത് എനിക്ക് തരണം, എന്നിട്ട് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുക. ഇതാണ് ഉമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരുടെയും വക്കീലാണ് ഞങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണ് ഉമ്മ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഉമ്മയുടെ ആവശ്യം ഇനിയും സ്ത്രീധനം വേണം. ഉമ്മയ്ക്ക് മാത്രമല്ല, അനിയത്തിയുണ്ട് ഫിദ എന്ന് പറയും, അനിയത്തിയുടെ ഹസ്ബൻഡ് ലബീബ്. ഇവർക്ക് ആ വീട്ടിൽ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാറി കൊടുക്കണം. ഞങ്ങൾ എന്തെങ്കിലും ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷന്റെ എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് പ്രൊട്ടക്ഷൻ ഓഫീസറെ വിളിച്ചാൽ പറയും കേസ് കോടതിയിലാണെന്ന് പറഞ്ഞ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെക്കും. ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പറയും നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയും. ഇപ്പൊ നിലവിൽ അവർ പറയുന്ന സെറ്റിൽമെന്റ് എമൗണ്ട് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ പേര് കേസ് എടുക്കുമെന്നാണ് പറയുന്നത്. അവർ പറയുന്ന ആ എമൗണ്ട് നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് പോകണം. ഇതാണ് അവരുടെ ആവശ്യം. എന്നിട്ട് ഇവിടെ കേസും എടുത്തിട്ടുണ്ട്. ഞങ്ങള് ഒരുപാട് തവണ കുട്ടിക്ക് ഒത്തിരി സുഖമില്ലാണ്ടായി. ഇപ്പൊ 1.5 വയസ്സാണ് ഈ കുട്ടിക്കുള്ളത്. ഇതിനിടയ്ക്ക് ഒരു 17 വട്ടം കുട്ടിക്ക് TT എടുത്തിട്ടുണ്ട്, പൂച്ച കടിച്ചതിന്റെ. അത് ഈ വീട്ടിലാണ് പൂച്ച. നമ്മൾ മനുഷ്യന്മാർ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ പൂച്ച ആ വീട്ടിലുണ്ട്. ഒരു 7-8 പൂച്ചകളുണ്ട്. ഈ പൂച്ച വാഷ് ബേസിനിലാണ് ടോയ്ലറ്റിൽ പോകുന്നതും എല്ലാം. ആ കുട്ടിക്ക് അത് അലർജി ആയിട്ട് ഞാൻ കുറേ വട്ടം ശിശുക്ഷേമ വകുപ്പ് എല്ലാവരും ഇവരോട് വന്ന് പറയുന്നവരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് നിങ്ങളുടെ അമ്മായിയോട് സംസാരിക്കാൻ പറ്റത്തില്ല, ആ സ്ത്രീയോട് ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ കോടതി വഴി ചെയ്യാൻ. ഞാൻ ഏത് കോടതിയിൽ പോയിട്ടാണ് ഇതിനൊക്കെ എന്ത് ഓർഡർ മേടിക്കാനാണ്? എന്നെ കൊണ്ട് എത്ര പറ്റുമോ ഇത്? എന്നെ സഹായിക്കാനൊന്നും ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ ഇത്രയും നാളും പിടിച്ചു നിന്നിട്ടുള്ളത്. ഇപ്പൊ ഹസ്ബൻഡ് തിരിച്ച് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് ഉമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ല. ഞങ്ങൾ സെപ്പറേറ്റ് ആവണം. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഞങ്ങളുടെ അവസ്ഥ അവിടെ കണ്ട് അവർ എപ്പോഴും പറയുന്നത് നിനക്ക് ഈ വീട്ടിൽ അവകാശങ്ങളൊന്നുമില്ല. അപ്പൊ ഹസ്ബൻഡിന് ആ വീട്ടിൽ നിൽക്കാൻ സമ്മതിക്കത്തില്ല. അതെ. അപ്പോൾ ഹസ്ബൻഡ് വന്നാൽ വീട്ടിൽ നിൽക്കാൻ സമ്മതിക്കത്തില്ല. അപ്പൊ ഹസ്ബൻഡ് നിൽക്കാൻ സമയമില്ലാണ്ട് ഹസ്ബൻഡ് ഈ ബീച്ചിലും അവിടെ എവിടെയൊക്കെയാണ് കിടന്നത്. ആ സമയത്ത് ഹസ്ബൻഡിന്റെ തന്നെ അച്ഛന്റെ ആൾക്കാര് അവർക്കൂടി ഷെയർ ഉണ്ടായിരുന്ന വീടായതുകൊണ്ട് ആ ഷെയർ കുട്ടിയുടെ പേർക്ക് എഴുതി തന്നു. അപ്പൊ നിയമപ്രകാരം ഞങ്ങൾക്കും കൂടി അവകാശമുള്ള വീട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ അതിനുശേഷം അവിടെ ഗ്യാസ് എടുക്കുന്നതിന്റെ പകുതി പൈസ ഞാൻ കൊടുക്കും. കറണ്ട് ബില്ലിലും ഞാൻ പൈസ കൊടുക്കുമായിരുന്നു. അപ്പൊ ഒരു ദിവസം ഇവര് എന്തോ പ്ലാൻ ചെയ്ത പോലെ ഗ്യാസ് തീർന്നിട്ട് ഗ്യാസ് എടുക്കത്തില്ല. അപ്പൊ കുട്ടിക്ക് നമുക്ക് ഹോട്ടലിൽ ഫുഡ് വാങ്ങി കൊടുക്കാൻ പറ്റത്തില്ല. കുട്ടിക്ക് 1.5 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ അമ്മോനോട് പറഞ്ഞു, ഉമ്മ ഗ്യാസ് എടുക്കുന്നില്ലെങ്കിൽ എനിക്കൊരു കുറ്റിതാ, ഞാൻ എന്നാ അത് എടുത്തോട്ടെ. അപ്പൊ ഉമ്മ പറയുന്നത് ഇല്ല, തരത്തില്ല, ഗ്യാസ് എടുക്കാൻ സമ്മതിക്കത്തില്ല. എന്നാൽ കറണ്ട് എടുക്കുന്ന കാര്യത്തിൽ ഇവര് ഇതെല്ലാം കട്ട് ചെയ്തിട്ട് അമ്മയും അനിയനും മാത്രം ഉണ്ടായിരുന്നു. അവരവിടെ നിന്ന് പോവുക ചെയ്തു. ഒരു ദിവസം ഞങ്ങൾ ഒരാഴ്ചയോളം വെയിറ്റ് ചെയ്ത് നോക്കി. ഇവർ തിരിച്ചു വരുന്നില്ല. അവർ അപ്പുറത്തെ വീട്ടിൽ വരും, അവരുമായിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അപ്പുറത്തെ വീട്ടുകാർ പറഞ്ഞു കൊടുക്കും, എന്നിട്ട് പോകും. ഞങ്ങൾക്ക് തീരെയും പറ്റാതായപ്പോൾ CWC ആള് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, കുട്ടി ഒട്ടും വൃത്തിയില്ലാത്ത, ഒട്ടും സേഫ് അല്ലാത്തൊരു സ്ഥലത്താണ് താമസിക്കുന്നത്, അത് ഞങ്ങൾ ആക്ഷൻ എടുക്കും, നിങ്ങൾ കുട്ടീനെ സേഫ് ആക്കാൻ നോക്കണമെന്ന്. അപ്പം ഞങ്ങളുടെ മുകളിലത്തെ റൂമിന്റെ ചാവി എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഈ ചാവി ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിലും എല്ലാ സ്ഥലങ്ങളിലും പോയത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂം തിരിച്ചു തരണം, ഞങ്ങൾക്ക് കുട്ടീനെ സേഫ് ആക്കണമെന്ന്. അപ്പൊ അവര് പറയുന്നത് നിജയ്ക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ട്, പിന്നെ അവകാശമുള്ള വീടാണ്, ഇതിൽ ഇനി പ്രത്യേകിച്ച് കോടതിക്ക് ഇടപെടാനൊന്നും ഇല്ല, ഇത് എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ മുകളിലത്തെ റൂമിലേക്ക് താമസം മാറി. ആ റൂമില് അനിയന്റെ ഒരു കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്ന ആ പയ്യൻ ജോലിക്കൊന്നും പോകുന്നില്ല, അവിടെ നിന്ന് ഗെയിം കളിക്കുക. ആ ഒരു സിസ്റ്റം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് ഞങ്ങൾ സേഫ് ആയിട്ട് തന്നെ പുറത്തോട്ട് പിടിച്ച് മാറ്റിയിട്ടിട്ട് ഞങ്ങൾ ആ റൂമിൽ താമസിച്ചു. ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് വരെ അവർ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പൊ ആ റൂമിൽ ബാത്റൂം ഇല്ല. ആ റൂമിൽ ബാത്റൂം ഞങ്ങൾ പണിഞ്ഞു. ആ റൂമിൽ വെള്ളമില്ല. കോർപ്പറേഷൻ പൈപ്പ് ലൈൻ എടുത്ത്. ഇതൊക്കെ ഇവർ അറിയുന്നുണ്ട്. കാരണം ഇവർ എല്ലാ ദിവസവും രാവിലെ തൊട്ട് ഉച്ചവരെ അപ്പുറത്തെ വീട്ടിൽ വന്നിരുന്ന് എല്ലാം നോക്കുന്നുണ്ട്. ഇതെല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവർ പന്നിയങ്കര സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുക്കുകയാണ്. ഞങ്ങൾ ഈ റൂം കുത്തി തുറന്നു. അതിനകത്തുനിന്ന് 16,000 രൂപയുടെ ഒരു മോണിറ്റർ, മൈക്ക്, 4,500 രൂപ എടുത്തിട്ടുണ്ട്. അപ്പൊ തന്നെ അവര് ഞങ്ങൾക്കെതിരെ കേസിട്ട്, ജാമ്യമില്ല വകുപ്പ് കേസിട്ട്. ഈ പരാതി ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വൈകിട്ട് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിച്ച്. അപ്പൊ എന്തോ ഇതിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു വക്കീലുണ്ടായിരുന്നു, വക്കീലും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ അമ്മായിയമ്മയും അനിയനും അവരുടെ വക്കീലും ഉണ്ടായിരുന്നു. അപ്പൊ ആ CAയുടെ റൂമില്
അമ്മായിയമ്മയും ഹസ്ബൻഡിന്റെ അനിയനും ഈ 2 വക്കീലും ഞങ്ങളും എല്ലാവരും ഇരുന്നിട്ട് ചർച്ച ഏകദേശം 2 മണിക്കൂറോളം ചർച്ച നടത്തുന്നുണ്ട്. അതിൽ ഈ CI അമ്മായിയമ്മ എന്താണോ പറയുന്നത് ആ വേർഷൻ മാത്രമാണ് കേൾക്കുന്നത്. പുള്ളിയുടെ കാര്യം പറയാൻ ശ്രമിക്കുമ്പോൾ ഒന്നും തന്നെ കേൾക്കണ്ട, അതൊന്നും ഇവിടെ പറയണ്ട. അപ്പൊ അമ്മായിയമ്മ പറയുന്ന എമൗണ്ട് എത്രയാണോ അത് വാങ്ങിയിട്ട് പോകണം. എന്റെ സ്വർണ്ണോ പൈസ ഒന്നും തരാൻ തയ്യാറല്ല. ഈ പൈസ വാങ്ങി നിങ്ങൾ അവിടെ നിന്ന് പോകാൻ തയ്യാറാണോ എന്ന് ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ച് ആ വീട്ടിലെ കറണ്ട് ബില്ല്, ഗ്യാസ് ബില്ല്, ചെലവുകളുടെ എല്ലാം പകുതി ഞാൻ വഹിച്ചുകൊണ്ട് ആ റൂം ഒഴിഞ്ഞു കൊടുക്കാൻ ഞാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനും സമ്മതമല്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്നാ സൽമാനെ അറസ്റ്റ് ചെയ്യാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് കേസിലാണ് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ 2026 കോടതി ഹാജരാകാൻ വെച്ച കേസിൽ എന്റെ അമ്മായിയമ്മ 19 തീയതി കംപ്ലൈന്റ് കൊടുക്കുന്നു. 19 തീയതി ഉച്ചയ്ക്ക് ഈ CI സാറ് പുള്ളിയുടെ അറസ്റ്റ് കോടതിയോട് ചോദിച്ചു മേടിക്കുന്നു. ഈ അറസ്റ്റ് കയ്യിൽ വെച്ചിട്ടാണ് പുള്ളി സെറ്റിൽമെന്റ് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് സെറ്റിൽമെന്റിന് തയ്യാറല്ലെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഓൺ ദ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്തു. രാത്രി ഈ കോടതിയിലാണ് കൊണ്ടുവരുന്നത്. ഏകദേശം ഒരു 12-1 മണി ആയിട്ടുണ്ടാവും. അപ്പോൾ മജിസ്ട്രേറ്റ് SIയോട് ചോദിക്കുകയാണ്, ഞാനത് പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്, ഇവർ രണ്ടുപേരും നന്നായി താമസിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ പുള്ളിനെ അറസ്റ്റ് ചെയ്തത്? അതിന് ആ SIക്ക് ഉത്തരവില്ല. എന്ത് ആവശ്യത്തിനാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ഉത്തരവില്ല. അപ്പൊ തന്നെ ജാമ്യം ഒന്ന് പോയി. പക്ഷെ അന്നത്തെ ദിവസം ആ CI സാറ് സ്റ്റേഷനിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു, നിജ ഈ എമൗണ്ട് വാങ്ങി സെറ്റിൽമെന്റ് നടത്തി പോകും, അല്ലെങ്കിൽ ഈ കേസ് ജാമ്യം എടുത്താലും നിങ്ങൾ അടുത്ത കേസ് ഞാൻ അറസ്റ്റ് ചെയ്യും. കൃത്യം അതേപോലെ തന്നെ അടുത്ത കേസും ഇതുപോലെ ഇട്ടിട്ട് അടുത്തതിൽ ഞങ്ങൾക്ക് അറസ്റ്റ് വാറന്റ് ആണ്. ഇങ്ങനെ എത്ര കേസുകൾ എടുക്കും? ഇപ്പൊ ഈ കേസിൽ ജാമ്യം എടുത്തിട്ട് തിരിച്ചു ചെന്നാലും ഇവർ ഇതുപോലെ അടുത്തത് എടുക്കും. ഫുള്ള് കള്ളക്കേസുകൾ എടുക്കുകയാണ്. അപ്പൊ നമുക്ക് പറയാനുള്ളതോ ഒന്നും ഉണ്ടാവത്തില്ല. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഹസ്ബൻഡ് വരുന്നത് ജനുവരിയിലാണ്. അതിനു മുമ്പ് എനിക്ക് ഹസ്ബൻഡിന്റെ അനിയന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് ആ സ്റ്റേഷനിൽ ഇരുന്ന് SIയോട് ഞാനിത് പേഴ്സണലി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഭർത്താവില്ലാതെ അവിടെ നിൽക്കുമ്പോൾ ഹസ്ബൻഡിന്റെ അനിയൻ എനിക്ക് മോശം അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്റെ അമ്മായിയമ്മ അത് എന്റെ കുറ്റമായിട്ടേ പറയത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ചെറുക്കനെ കൊണ്ട് പലപ്പോഴും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ അമ്മായിയമ്മ, നാത്തൂന്റെ ഭർത്താവ് അവർ പറയുന്നത് ഇനിയും അവർക്ക് സ്വർണം വേണം. ആ പെണ്ണിനെ കെട്ടിച്ചു വിട്ടവർക്ക് ഇനിയും കുറച്ച് 10 പവൻ കുറഞ്ഞു പോയി, ഇനിയും സ്വർണം വേണം. കെട്ടിച്ചു വിട്ടതിൽ 9 ലക്ഷം രൂപയുടെ കടമുണ്ട്. പിന്നെ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് അവൾക്ക് അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. അവളെ കല്യാണം കഴിഞ്ഞ് 3 വർഷമായി. അവൾക്ക് പ്രസവിക്കാൻ പറ്റാത്തത് ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ഈ വീട്ടിൽ നിന്ന് ഞാൻ പോയാലും അവൾക്ക് ഇവിടെ വന്ന് പ്രസവിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. മാനസികമായിട്ട് എന്നെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമോ അങ്ങനെയെല്ലാം എന്റെ അമ്മായിയമ്മയും നാത്തൂനും അവരുടെ ഹസ്ബൻഡും എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇതൊന്നും പോരാത്തതിന് ആദ്യം ക്യാമറ വെക്കുകയാണ്. ആദ്യം ക്യാമറ വെച്ചത് എന്റെ റൂമിലോട്ടാണ്. അത് ഞാൻ ഇവിടെ ചെന്ന് കംപ്ലൈന്റ് ചെയ്യുമ്പോഴത്തേക്കിന് അവരതെടുത്ത് മാറ്റി വേറൊരു സൈഡിൽ വെക്കും. ആ സൈഡിൽ വെക്കുമ്പോൾ എന്റെ ബാത്റൂം വരെ കിട്ടും. അതും ഞാൻ കംപ്ലൈന്റ് ചെയ്യണം. പിന്നെ എനിക്ക് പരാതികൾ വരുമ്പോൾ ഞാൻ എവിടെയാണ് പറയേണ്ടത്? ഞാൻ വാഗോണ്ട് പറയുമ്പോൾ അതാരും കേൾക്കുന്നില്ല. അപ്പൊ എനിക്ക് കംപ്ലൈന്റ് പറയാനേ നിവർത്തിയുള്ളൂ. ഞാൻ കംപ്ലൈന്റ് പറയുമ്പോഴത്തേക്കിന് CI വീട്ടിൽ വന്നിട്ടാണ് ക്യാമറ ഒരു ഹോളിൽ വെച്ചത്. ഈ ക്യാമറ ഞാൻ എപ്പോൾ ഡോറ് തുറക്കുന്ന അപ്പോഴും മാത്രം ഓൺ ആവും. ഞാൻ ആ വീട്ടിലില്ലെങ്കിൽ ഈ ക്യാമറ ഓൺ ആവത്തില്ല. ഒരു സാധാരണ ഒരു വീട്ടിൽ ക്യാമറ വയ്ക്കുന്ന സേഫ്റ്റിക്കാണെങ്കിൽ സമ്മതിക്കാം. അപ്പൊ അതിന്റെ വിഷ്വൽസ് ആർക്ക് കിട്ടണം? ആ വീട്ടിലുള്ളവർക്ക് കിട്ടണം. ഈ ക്യാമറയുടെ വിഷ്വൽസ് എന്റെ നാത്തൂൻ മലപ്പുറത്തിരുന്നിട്ട് അവളുടെ ഹസ്ബൻഡിന്റെ സഹോദരിയുടെ ഓഫീസിലെ ഇതിലാണ് കാണുന്നത്. അപ്പൊ എന്റെ പ്രൈവസിയാണ്. അപ്പൊ ഞങ്ങളുടെ റൂമിൽ ഫാൻ ചിലപ്പോഴേ കറങ്ങും. അപ്പൊ എനിക്ക് ഹോളിലൊക്കെ ഇരുന്ന് എനിക്ക് ഫീഡ് ചെയ്യേണ്ടി വരുന്നത് അതെല്ലാം ഈ ക്യാമറയുടെ ഫ്രണ്ടിലാണ്. ഞാൻ വിളിച്ച് പറയണം, ഈ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യോ, എനിക്കിപ്പോ ഹോളിലോട്ട് വരേണ്ട ആവശ്യമുണ്ട്. അപ്പൊ എന്നാലും അവർ ചെയ്യൂല. അവർ പറയും ഞാൻ പൊസിഷൻ മാറ്റിയിട്ടുണ്ട്, ഇനി നീ അത് ചെയ്തു. ഇങ്ങനെയാണോ വീട്ടിൽ ജീവിക്കേണ്ടത്? ക്യാമറ ഇങ്ങനെയൊക്കെയാണ്. എന്റെ കൺസേൺ ഇല്ലാണ്ടാണ് ക്യാമറ വെച്ചതെന്ന് CIയോട് പറയുമ്പോൾ അത് പറ്റത്തില്ല. അവർക്ക് അവകാശമുള്ള വീടാണ്, അവർക്ക് എന്തും ചെയ്യാം. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ അവകാശം എന്താ? അപ്പൊ ഞങ്ങളുടെ ഇരിക്കുന്ന പ്രമാണം എന്താണ്? ഇപ്പൊ ഞങ്ങളുടെ റൂമിൽ കിടന്ന സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട് അതിന്റെ അകത്ത് ഒരു സാധനം ഞങ്ങളുടെ ഇല്ല. ഈ പ്രോപ്പർട്ടിയുടെ പ്രമാണം അല്ലാണ്ട് അതിന്റെ ഒരു രേഖകളോ ഹസ്ബൻഡിന്റെ സർട്ടിഫിക്കറ്റോ ഞങ്ങളുടെ ആധാർ, പാൻ കാർഡ്, ATM കാർഡ്സ് ഇതൊന്നും ഞങ്ങളുടെ ഇല്ല. കുട്ടിയുടെ ചികിത്സകൾ ഞാൻ ഈ കേസ് കൊടുത്തിട്ടുള്ള അതിനുള്ള എവിഡൻസുകൾ ഇതെല്ലാം ഇവരെടുത്ത് വെച്ചേക്കുവാണ്. ഞങ്ങളുടെ റൂമിൽ ഒന്നുമില്ല. ഞങ്ങൾ അന്ന് അവിടെ നിന്ന് ഈ ഡ്രസ്സും എടുത്ത് ഇറങ്ങിയതാ. ഞങ്ങളുടെ അടുത്ത് രാത്രി പറഞ്ഞ് സ്റ്റേഷനിൽ വാ, ആധാരം കൊണ്ടുവാ, നിങ്ങൾക്ക് എന്തോ പേപ്പർ തന്നിട്ട് ഞങ്ങളെ പറഞ്ഞു വിടാനാണെന്ന് പറഞ്ഞു. എന്തോ നോട്ടീസ് ഒപ്പിട്ട് മേടിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് ഞങ്ങളെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത് പ്രകാരം ഞങ്ങൾ സ്റ്റേഷനിൽ ചെല്ലുകയാണ്. സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഉടനെ ഞങ്ങൾ കയറാൻ ചെന്നപ്പോൾ ഗ്രെല്ലങ്ങ് അടച്ചിട്ട് പറയും, നിങ്ങളോട് ആര് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ? ഇറങ്ങി പുറത്തിറങ്ങി. ഞങ്ങളെ വിളിച്ചിട്ടാണ് വന്നത്. ആധാർ കൊണ്ട് വരാൻ പറഞ്ഞു. ഇല്ലില്ല, നിങ്ങൾക്ക് അറസ്റ്റ് ഉള്ളതാണ്, നിങ്ങൾ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഹസ്ബൻഡിനെയാണ് CI അകത്തോട്ട് വിളിച്ചത്. പുള്ളി എന്താ പറഞ്ഞതെന്ന് അറിയത്തില്ല, ഹസ്ബൻഡിനെ അറിയത്തുള്ളൂ. അത് ആദ്യമേ കല്യാണത്തിന്റെ ഇത് സംസാരിച്ച സമയത്തിന് ഞാൻ പുള്ളിയുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഉമ്മ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മതം മാറാൻ പറ്റത്തില്ല, എനിക്കിത് മാറാൻ തീരെ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോഴൊന്നും മതം ഒരു ഇതായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് മതം മാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് പറ്റത്തില്ല. അത് എന്റെ ഹസ്ബൻഡ് എന്നോട് ആദ്യം ഈ പുള്ളി ഈ പ്രപ്പോസൽ വെച്ചപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു കാലത്തും എന്റെ മതം വിട്ട് വരത്തില്ല. പുള്ളിയും അതെന്നോട് പറഞ്ഞിട്ടില്ല. പുള്ളി ഒരു വട്ടം പോലും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. പുള്ളി കംപ്ലീറ്റ് ആയിട്ട് ആ മതം വിശ്വസിക്കുന്ന ഒരാളല്ലാന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെ
ഞങ്ങൾക്ക് മതം മാറാൻ പറ്റത്തില്ല. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് മതം മാറണം, ഈ മതം മാറണം, മതം മാറുകയാണെങ്കിൽ പ്രശ്നമില്ല, മതം മാറിയില്ലെങ്കിലാണ് പ്രശ്നം. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും എനിക്ക് മതം മാറാൻ പറ്റത്തില്ല. ഈ കഴിഞ്ഞ ഒരു വർഷം എന്നെ അവിടുത്തെ സേവാഭാരതിക്കാരാണ് എന്റെ ചെലവും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടുള്ളത്. അതായത് ഈ വീടിന്റെ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോലും പൈസ തന്നിട്ടുള്ളത് അവരാണ്. അപ്പൊ എന്നെ പിന്നെ അവിടുത്തെ കൗൺസിലറുണ്ട് ജയശീല എന്ന് പറയുന്ന മാഡം. ആ മാഡത്തിന് എല്ലാ കാര്യങ്ങളും ഇത് അറിയാവുന്നതാണ്. പള്ളി കമ്മിറ്റിക്കാർക്ക് അറിയാം. പള്ളി കമ്മിറ്റിക്കാരൊക്കെ ആദ്യം എന്നെ കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പരിധിക്ക് അപ്പുറം അവർക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാനും അവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എന്നെ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കില്ല. അതെനിക്ക് ഈ വീട്ടിൽ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ആ സേവാഭാരതിക്കാർ ഒരു തയ്യൽ മെഷീൻ കൊണ്ടു തന്നു, അന്ന് അത് തയ്ക്കാൻ പറ്റത്തില്ല. നിങ്ങൾ സെപ്പറേറ്റ് ആവണമെന്ന് വീട്ടുകാർ പറയുമ്പോൾ എന്ത് സ്ഥലം പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ വന്നത്. അതുപോലെ ഞാൻ ആ വീട്ടിൽ എന്നെ കല്യാണം കഴിക്കുമ്പോൾ എന്റെ ഹസ്ബൻഡിന് ഷെയർ ഉണ്ട്. ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഷെയർ ഉണ്ട്. പുള്ളിയുടെ അമ്മ പുള്ളിയോട് പറഞ്ഞത് അവൾ പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടി ഇതിനു മുമ്പത്തെ കുട്ടി മരിച്ചു പോയതുകൊണ്ട് ഈ കുട്ടിയും മരിച്ചു പോവാതെ ജനിച്ചു പോയാൽ ഈ സ്വത്ത് കുട്ടിക്ക് അവകാശം പോകും. അതുകൊണ്ട് നീ എനിക്ക് എഴുതാന്ന് പറഞ്ഞിട്ട് പുള്ളിയെ കൊണ്ട് എഴുതി ഒപ്പിട്ട് മേടിക്കുക ചെയ്ത. നോർമലി ഒരു പ്രമാണം രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് വായിച്ചു കേൾക്കാം. അങ്ങനെ ഒരു സംഭവമേ ആ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആ ആധാരം എഴുതി ഫിറോസ് എന്ന് പറയുന്ന ആളാണ്. അയാൾ അത് ചെയ്തിട്ടേ ഇല്ല. ആ ഷെയർ എഴുതി മേടിച്ച് എന്റെ സ്വർണ്ണവും ഗോൾഡും ഒന്നും ഇവര് തിരിച്ചു തരത്തില്ല. അപ്പം മതം മാറണം. മതം മാറിയാൽ ചിലപ്പോൾ അവർക്ക് പ്രശ്നമില്ലായിരിക്കും. മതം മാറാൻ എനിക്ക് പറ്റത്തില്ല. ഇവര് പറയുന്നത് എന്റെ സ്വർണ്ണവും പൈസയും ഒന്നും തിരിച്ചു തരാൻ പറ്റത്തില്ല. അതുണ്ട്. 2019 ഞങ്ങൾ ലീഗലി രജിസ്റ്റർ ചെയ്യുന്ന 2021 പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ലീഗലി ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പുള്ളിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്തായിരിക്കും എന്നോട് പറഞ്ഞില്ല. അതിനു മുമ്പ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് ഞങ്ങൾക്ക് പുറത്ത് പോകണമായിരുന്നു. അപ്പോൾ NRI എംബസി അറ്റസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ലീഗലി രജിസ്റ്റർ ചെയ്ത് മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്ത് ഇതെല്ലാം ഉമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പൊ ഉമ്മയോട് ചോദിക്കുമ്പോൾ എനിക്കിതൊന്നും അറിയത്തില്ല. അതായത് 2019 നിങ്ങൾ ഹിന്ദു മാരേജ് ആക്ട് അല്ല 2021 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം 2019 അപ്പൊ മുതലേ ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഇവരുടെ വീട്ടിലും ദുബായിലും ഒക്കെ. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് നിങ്ങൾ വിവാഹിതരായത്. അപ്പോൾ ഇവരെപ്പോഴും ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഹസ്ബൻഡിനോടാണ് പറയുന്നത്. ഹസ്ബൻഡിനോട് ആ കോടതിയിൽ അവിടെ വെച്ച് ഫ്രണ്ട് വെച്ച് പറഞ്ഞിട്ടുണ്ട്, നീ അവളെ ഉപേക്ഷിച്ചിട്ട് ഞാൻ വേറെ കല്യാണം ആലോചിച്ച് വെച്ചിട്ടുണ്ട്, നീ അവളെ കല്യാണം കഴിക്കും. അപ്പൊ അവളുടെ പൈസ സ്വർണ്ണം എടുത്തിട്ട് നമുക്ക് എവക്ക് കൊടുക്കാം, അപ്പൊ എവൾ ഒഴിഞ്ഞു പോകും. ഇതാണ് ഹസ്ബൻഡിനോട് പറയുന്നത്. ഇത് ഹസ്ബൻഡിന് സമ്മതമല്ല എന്ന് പറഞ്ഞിട്ട്. അതെ. അപ്പൊ ബാക്കി കാര്യങ്ങൾ ഹസ്ബൻഡിന്റെ അമ്മ എന്തൊക്കെയാന്ന് പറയുന്നത് പുള്ളിക്കേ അറിയത്തുള്ളൂ. അല്ല, ഇത് ഞങ്ങളുടെ വിവാഹത്തിന്റെ തുടക്ക സമയങ്ങളിൽ ഇത് ഒന്നും അവർക്ക് പ്രശ്നമില്ലായിരുന്നു. അതായത് ഞാൻ ഒരു 8 വർഷം വരെ ഞാൻ ദുബായിലായിരുന്നു ജോലി ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ കൃത്യമായിട്ട് ഉമ്മയ്ക്ക് ചെലവിന് പൈസ അയച്ചു കൊടുക്കും. വീടിന്റെ മുകളിലത്തെ നിലയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. അതുവരെയൊന്നും ഇവർക്ക് ഇതൊരു പ്രശ്നമില്ലായിരുന്നു. എന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഇവർക്ക് എന്താ പറയാ, ഈ ഞങ്ങൾ 2 വിഭാഗത്തിലുള്ള ആൾക്കാരാണ്. സൊസൈറ്റിയിൽ അതിനെ പറ്റിയിട്ട് എന്താ സംസാരിക്കുക പോലുള്ള പല കാര്യങ്ങളും ആ സമയത്താണ് കടന്നു വരുന്നത്. ഞങ്ങള് പലവട്ടം ഞാൻ സംസാരിച്ച് നോക്കിയിട്ടുണ്ട്. ഞാൻ എന്റെ പേരിൽ നിന്ന് എഴുതി വാങ്ങിയ ഷെയർ എന്റെ പേരിലേക്ക് തിരിച്ചെഴുതി തരാണെങ്കിൽ ഞങ്ങൾ അവിടുന്ന് താൽക്കാലികമായിട്ട് മാറി നിൽക്കാം. ഞങ്ങൾക്ക് പുറത്തെവിടെയും പോയി ജോലി ചെയ്തിട്ട് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു ഇതുണ്ടാവും. പക്ഷെ ഈ ഞാൻ എഴുതി കൊടുത്ത ഷെയർ എന്റെ പേരിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് വേണമല്ലോ. കാരണം ഞാൻ ആധാരം എഴുതി കൊടുത്ത വേള ഞാൻ പലവട്ടം ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ എങ്ങനെയാണ് ഇത് എഴുതിയെന്നുള്ളത് എനിക്ക് അറിയണം. ഇത് ഒരിക്കൽ പോലും എനിക്ക് ആ ഡോക്യുമെന്റ് വായിച്ച് കേൾപ്പിച്ചിട്ടില്ലായിരുന്നു. ഞാൻ പലവട്ടം റിക്വസ്റ്റ് ചെയ്തിട്ടും കിട്ടാതെ അവസാനം ഞാൻ വിവരാവകാശം വെച്ചിട്ട് ഞാൻ റിക്വസ്റ്റ് കൊടുത്താലാണ് എനിക്ക് ആധാരത്തിന്റെ കോപ്പി പോലും കിട്ടുന്നത്. അതിലാണ് മനസ്സിലാകുന്നത് ഞാൻ പൈസ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇത് അവർക്ക് എഴുതി കൊടുത്തിട്ടുള്ളത്. പക്ഷെ അങ്ങനെ എനിക്കൊരു പൈസ തന്നതിന്റെ ഒന്നിന്റെ എവിഡൻസ് അവരുടെ കയ്യിലില്ല. അത് എപ്പോഴാണ് എഴുതി കൊടുത്തിരിക്കുന്നത്? ഇത് 2022 അതിനുശേഷം ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു? ഇല്ല, ഞാൻ പലവട്ടം അവരോട് ചോദിച്ചു. എന്റെ അടുത്ത് നിന്ന് ബ്ലാങ്ക് പേപ്പറിൽ പോലും അന്ന് സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ തമ്മിൽ ഒരു സമുദ്രപ്പണക്കുള്ള സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അത് ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ സംസാരിച്ച് തീർത്ത് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആ വീട്ടിൽ കയറാൻ പറ്റില്ല. എന്നാൽ ആ വീട്ടിലേക്ക് യാതൊരു വിധത്തിൽ ഒരു ദിവസം ഞാൻ തീരെ വയ്യാതെ പനിച്ച് വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ക്ലിനിക്കിൽ എന്റെ വൈഫ് കൊണ്ടുപോയിട്ട് കാണിച്ചു. അന്ന് ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് ആ റിസൾട്ട് കിട്ടാൻ ഒരു 1/2 മണിക്കൂർ സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ബാക്കി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അവിടുന്ന് പിന്നെയും തിരിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോയിട്ട് ഒരു 15 മിനിറ്റ് നേരം ഞാൻ ആ വീട്ടിൽ കിടന്ന സമയം. ആ സമയം കൊണ്ട് ഞാൻ എന്റെ ഉമ്മേനെ ഞാൻ തല്ലി എന്ന് പറഞ്ഞിട്ട് എന്റെ ഉമ്മ എന്നെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി വിട്ടു. അത് പോലീസുകാർക്ക് എന്നെ മനസ്സിലായി അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അതുകൊണ്ട് അവർ അതിനെപ്പറ്റി കേസ് എടുത്തില്ല. പക്ഷെ എന്റെ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വീട്ടിൽ കയറരുത്, നിങ്ങളുടെ പേരിൽ ഷെയർ ഇല്ല, നിങ്ങൾ ആ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഉമ്മയ്ക്ക് സമ്മതമല്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് മാറി. പക്ഷെ എനിക്ക് വീട്ടിൽ പോലും കിടക്കാൻ പറ്റാതെ ഞാൻ പല ദിവസങ്ങളിൽ ഞാൻ റോഡിലാണ് കിടക്കുന്നത്. പല ദിവസം ഞാൻ എവിടെയെങ്കിലും ലോഡ്ജ് എടുത്തിട്ടോ ഡോർമെറ്ററി എടുത്തിട്ടോ ആയിരിക്കും ഞാൻ നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥ കണ്ടിട്ടാണ് എന്റെ ഉപ്പയുടെ മറ്റു സഹോദരങ്ങൾ അവരുടെ പേരിലേക്ക് പോയിട്ടുള്ള ഷെയർ എന്റെ മകന്റെ പേരിലേക്ക് തിരിച്ചെഴുതി തന്നത്. അതായത് എനിക്ക് വീട്ടിൽ തിരിച്ചു കയറി കിടക്കാം, എനിക്ക് ഞാൻ എവിടെയെങ്കിലും വയലായി പോകില്ല എന്നുള്ളൊരു
ഇതിൽ അവരെനിക്ക് എഴുതി തന്നിരുന്നത്. അപ്പൊ അത് വെച്ച് ഞാൻ വീട്ടിൽ കയറിയപ്പോൾ ഞങ്ങൾ അടുക്കളയിലേക്ക് പോകാൻ പറ്റില്ല. അടുക്കളയിൽ നിന്ന് അവരുപയോഗിക്കുന്ന പാത്രങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഞങ്ങൾക്ക് ആ ഒരു താഴത്തുള്ള റൂമിലല്ലാതെ ഞങ്ങൾ ഹാളിൽ പോയി ഇരിക്കാൻ പാടില്ല. കുട്ടിയുടെ കളി സാധനങ്ങൾ അവിടെ ഇവിടെ ഇടാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള ഉണ്ട്. അതായത് 48 ഓഹരിയിൽ 4 ഓഹരി ഇപ്പൊ എന്റെ കുഞ്ഞിന്റെ പേരിലാണുള്ളത്. ആ വീട്ടിൽ അവകാശം ആ വീട്ടിൽ അവകാശം ഉണ്ട് ഞങ്ങൾക്ക്. കുട്ടിക്ക് 18 വയസ്സാകുന്ന വരെ അതിന്റെ ലീഗൽ ഗാർഡിയൻസ് ഞങ്ങളാണ്. അത് എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് മാത്രം ഇതുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ എവിടെ താമസിക്കുന്നത്? ഇപ്പൊ ഞാൻ താമസിക്കാൻ ഒരു ഇടമില്ല. ഞങ്ങൾ ഇദ്ദേഹത്തെ കണ്ട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഞങ്ങൾ ബീച്ചിലാണ് ഇരിക്കുന്നത്. ഒരു 10 ദിവസം വരെ വീട്ടിൽ കറണ്ടും വെളിച്ചും ഗ്യാസും ഒന്നും ഇല്ലാതെ ഞങ്ങൾ താമസിച്ചു. അന്നൊന്നും അവർ ആ ഭാഗത്തേക്ക് ഒന്നിനും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവർ രാവിലെ വരും, അവരുടെ റൂമിൽ തുറന്നു നോക്കി അവരുടെ റൂമിൽ കാറ്റും വെളിച്ചൊക്കെ ഇട്ട് അവർ തിരിച്ചു പോകും. ഞങ്ങൾ എങ്ങനെ ആ വീട്ടിൽ താമസിക്കുന്നു, ഞങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു അവർ നോക്കുന്നുണ്ടായില്ല. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഞങ്ങൾ വെളുക്കും വരെ ബീച്ചിലിരിക്കുകയാണ്. ഞങ്ങൾക്ക് കുട്ടിക്ക് എന്തെങ്കിലും വസ്ത്രം മാറാനോ അല്ലെങ്കിൽ ചെറിയ കുട്ടിയാണ്, അവന് പാമ്പേഴ്സ് ഉപയോഗിച്ച് അവന് തന്നെ അവന്റെ വിസർജ്യങ്ങളൊക്കെ കളയുമ്പോൾ അവൻ എന്നൊരു ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾ അത് മാറാൻ വേണ്ടി മാത്രം ഞങ്ങളുടെ ഷൂട്ടിങ്ങിന്റെ വീട്ടിലും എവിടെയെങ്കിലും പോയി അവരെയും ഇവർ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്താണ്. ഈ സ്വത്ത് മകന്റെ പേരിലേക്ക് എഴുതിയതിന് തന്നെ അവർ 5 പേരെ എന്റെ ഉപ്പയുടെ 5 സഹോദരങ്ങളെ വിളിച്ചിട്ടും അവരെ വീട്ടിൽ പോയിട്ടും പല രീതിയിൽ ഇവർ ഭീഷണിപ്പെടുത്തി. ഓരോരുത്തരടുത്തും പോയി പറയുന്നത് ഒറ്റാൾ തിരിച്ചെഴുതി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതി തരണം. അവരെ പോലും ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കൺഫ്യൂഷൻ ചെയ്യിക്കുന്ന കാര്യങ്ങളാണ് ഇവർ പറഞ്ഞു തന്നെ. ഇതിനിടയ്ക്ക് എന്റെ ഉപ്പയുടെ ഒരു സഹോദരിയുടെ മകൻ, എന്റെ ചേട്ടൻ തന്നെ എന്റെ മറ്റൊരു ചേട്ടനെ വിളിച്ച് പറയണ്ടായി, ഈ കുട്ടി എന്റേതല്ല, അവന്റെ അല്ലാത്തൊരു കുട്ടിക്ക് നിങ്ങൾ എങ്ങനെ സ്വത്ത് എഴുതി കൊടുക്കാൻ. ഇതിന്റെ പേരിലും ഞങ്ങൾ വനിതാ സെല്ലിൽ പോയിട്ട് പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അവരെ വിളിച്ചിട്ട് സംസാരിച്ച് ഇനി അങ്ങനെ രീതിയിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ള താക്കീത് കൊടുത്തിട്ടാണ് അവർ വിട്ടത്. എന്തോ ആ കേസ് കൊടുത്തതിനായിരിക്കണം ഇപ്പൊ ഇത്രയും കാലം ഇല്ലാത്ത ബാക്കിയുള്ള തെഫ്റ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പേരിൽ. ഞങ്ങൾക്ക് അവകാശമുള്ള വീട്ടില് ഞങ്ങൾ ഒരു റൂം മാറി താമസിച്ചതിന് ഞങ്ങൾ അവിടെ കുത്തിപ്പൊളിച്ചാണ് കയറി. ഞങ്ങളെ കയ്യിലുള്ള ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ കയറി. ഞങ്ങൾ താമസിച്ചിരുന്ന റൂമില് അത് ഞങ്ങൾ കുത്തിപ്പൊളിച്ചാണ് കയറിയത്. അവൻ 8 മാസം മുമ്പ് വിറ്റിരുന്ന മോണിറ്റർ ഞങ്ങളിപ്പോൾ മോഷ്ടിച്ചു. ഒരു ജോലിക്കും പോകാത്ത അവന്റെ പേഴ്സിന് 4500 രൂപ ഞങ്ങൾ മോഷ്ടിച്ചു. ഇതൊക്കെ പറഞ്ഞിട്ടാണ് എഫ്ഐആർ എടുക്കുന്നത്. ഇതിൽ ഞങ്ങൾ ഒരു ചോദ്യം ചെയ്യലോ ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ട് സെറ്റിൽമെന്റ് ആയിരുന്നു അന്ന് പോലീസ് സംസാരിച്ചത്. എന്നിട്ടും എന്റെ ഉമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും പോലീസ് കേൾക്കുന്നുണ്ടായിരുന്നു. ഇതിൽ എന്റെ മറുപടി ഞാൻ തിരിച്ചു പറയുന്ന സമയത്ത് നിന്റെ ഇമോഷനോ നിന്റെ ഇതൊന്നും ഇവിടെ കാണിക്കണ്ട, പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് കേട്ടാൽ മതി എന്നാണ് പറയുന്നത്. സിയുടെ റൂമിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അവര് ഇല്ലാത്ത ഈ 10 ദിവസം അവർ മാറി താമസിച്ചു. അവർക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി താമസിക്കാനും മറ്റുള്ള സഹായങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഞങ്ങളാണ് ഒന്നും ഇല്ലാതെ ഈ പരിപാടിയിലായിട്ട് നിൽക്കുന്നത്. എന്റെ സമ്പാദ്യത്തിന്റെ നല്ലൊരു പങ്ക് ഞാൻ ചെലവഴിച്ചിട്ട് ഞാൻ മുകളിലേക്ക് എടുത്ത വീടാണ്. ഇപ്പൊ പറയുന്നത് ഞാനൊരു സംഖ്യ അവർക്ക് അയച്ചിട്ടില്ല, ഞാൻ ഒരു സഹായം അവർക്ക് ചെയ്തിട്ടില്ല, ഒരു ധനസഹായം ഞാനൊക്കെ അവർക്ക് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അവർ സംസാരിക്കുന്നത്. അല്ല, ഇതില്ലേ ഇപ്പോ ഈ 2 പേര് ഈ വിഷയത്തില് അനുഭവിച്ച പ്രയാസങ്ങള് നമ്മുടെ നിലവിലുള്ള നിയമമാർഗങ്ങളും സർക്കാർ സംവിധാനങ്ങളിലും ഒക്കെ അറിയിച്ചിട്ടും എത്രയോ തവണ അവിടെ കയറി ഇറങ്ങിയിട്ടും ഒരു സഹായവും ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നത് നമുക്കൊക്കെ ലജ്ജാകരമാണ്. കാരണം ഈ ചെറിയ കുഞ്ഞിനുമായിട്ട് ഇവർക്ക് കിടക്കാനിടമില്ലാതെ നമ്മുടെ ഈ കേരളത്തിൽ ഇവർ ബീച്ചിൽ പോയി അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി കിടന്നുറങ്ങേണ്ട ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ പ്രയാസകരമാണ്. തീർച്ചയായിട്ടും ഇവർക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രവർത്തിക്കും. ഞങ്ങൾ പല വർഷം പരാതികളായിട്ട് ഞങ്ങൾ കൊടുക്കുന്ന പരാതികൾ ഒരിക്കലും സ്വീകരിക്കാൻ തയ്യാറല്ല. അതായത് ഞങ്ങൾ കൊടുക്കുന്ന പരാതിയുടെ ഒരു കോപ്പി എടുത്തു വെക്കാനോ അതിന്റെ ഒരു അക്നോളജ്മെന്റ് ലെറ്റർ ഞങ്ങൾക്ക് തരാനോ തയ്യാറല്ല. ഇതില് ഞങ്ങൾ ഇവിടെ നിന്നൊന്നും ഞങ്ങളുടെ പരാതിയിൽ ഒരു മറുപടി കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഡെപ്യൂട്ടി കമ്മീഷണർ പോയി കണ്ടിരുന്നു. അദ്ദേഹം മാത്രമാണ് ഞങ്ങളോട് നല്ല രീതിയിൽ സംസാരിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഈ കേസിൽ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാമെന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്ന പരാതികൾ അപ്പൊ തന്നെ അദ്ദേഹം മറ്റുള്ള താഴെയുള്ള അധികാരികളെ അറിയിക്കുന്നുണ്ട്. പക്ഷെ അവിടുന്ന് ഞങ്ങൾ പല രീതിയിൽ അറിയുന്നത് അവർക്ക് അതിന്റെ മുകളിൽ വേറെ പ്രഷർ വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു പല സോഴ്സുകളിൽ നിന്നും അവരെ വിളിച്ചിട്ട് ഇതിൽ ഈ കേസിൽ ഒരു ഇതുണ്ടാവാൻ പാടില്ല എന്നുള്ള പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അറിയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് നീതി കിട്ടുമോ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഞങ്ങൾക്ക് എന്ന് നീതി കിട്ടുമെന്നുള്ള ഒരു അവസ്ഥയിൽ പെട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് നിലവിലുണ്ട്. എന്റെ ഭാര്യക്കും അതെ, അതായത് ഈ പ്രൊട്ടക്ഷൻ ഓർഡർ വയലേറ്റ് ചെയ്യുന്നവർക്കെതിരെ യാതൊരു നിയമകാര്യങ്ങളും അവർ എടുക്കുന്നില്ല. ഞങ്ങൾക്കെതിരെയാണ് എല്ലാ പരാതികളും. പന്നിയങ്കര പോലീസ് സ്റ്റേഷൻ